അപ്പൊ ഈ ഡമ്മികളെ വെച്ചിട്ട് ഈ സെൻട്രലിലെയും ഈ സ്റ്റേറ്റിലെല്ലാം ഡമ്മികളെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് സ്പീഡപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറയും 2030 അവർക്ക് ആ ഒരു കൺക്യൂർ എന്തായാലും ചെയ്തിരിക്കണം. ഓക്കെ, ഈ പറയുന്ന ഡെവലപ്ഡ് കൺട്രീസ് എല്ലാവരും പ്രൊട്ടസ്റ്റ് ചെയ്ത് തുടങ്ങി, ഡിജിറ്റൽ ഐഡി വരുന്നതെല്ലാം പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്ത് തുടങ്ങി. അതോടൊപ്പം തന്നെ ട്രംപിനെ എല്ലാവരും അല്ലെ വലിച്ചു കീറുന്ന രീതിയിൽ എത്തി. ഈ പറയുന്ന ബില്യനേഴ്സ് ആണ് വില്ലന്മാരെന്ന് കണ്ടുപിടിച്ചു. അപ്പോ ഇന്ത്യയിലുള്ള ആ ഒരു വിഡ്ഢികളായി ഈ പറയുന്ന ഒരു മുയലിന് നമ്മളിങ്ങനെ ഇത് കൊടുത്ത ക്യാരറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞ് നമുക്കിങ്ങനെ എടുത്തോണ്ട് പോരാ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വിഡ്ഢികളായുള്ള യങ്സ്റ്റേഴ്സിന്റെ കയ്യിൽ മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങളും. ഓക്കെ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരിയുള്ളത് നമ്മുടെ കേരളത്തിലാണ്. ഓക്കെ, ഞാൻ ഇതെല്ലാ ഫീൽഡിലൂടെ ഫിസിക്കലി മെന്റലി എല്ലാം പോയി കിടന്ന ആളാണ്. ഓക്കെ, പക്ഷെ എനിക്ക് എല്ലാത്തിനും ഒരു കണക്കുണ്ടായിരുന്നു. ഈ കുറഞ്ഞ ആൽക്കഹോളിലാണെങ്കിൽ ഈ പറയുന്ന സിഗരറ്റ് ആണെങ്കിലും എന്തൊരു ലഹരി പദാർത്ഥം ഞാൻ ഉപയോഗിച്ചാലും അതിനൊരു കണക്കുണ്ടായിരുന്നു. ഓക്കെ, എന്റെ ആ ഒരു റിസർച്ചിൽ. അപ്പോൾ എനിക്കറിയാം എന്താണ് യങ്സ്റ്റേഴ്സിനെ നശിപ്പിക്കാനുള്ള ആ ഒരു ശ്രമം. ഓക്കെ, ഈ പറയുന്ന സിഗരറ്റ്, കഞ്ചാവ്, മയക്കുമരുന്ന് ഇതെല്ലാം തരുന്നത് ഈ പറയുന്ന അംബാനി, അദാനി അല്ലെങ്കിൽ ഈ പോർട്ടെല്ലാം അവരുടെ തന്നെയാണ്. ഓക്കെ, അല്ലാതെ ഒരിക്കലും കേരളത്തിലൊരു ചെറുകിട വ്യവസായം അല്ല മയക്കുമരുന്ന്. അപ്പൊ ബൾക്കായിട്ട് അവരുണ്ടാക്കി ഇവിടുത്തെ പാവം പിള്ളേർക്ക് കുറച്ച് കൊടുക്കും. എന്നിട്ട് 2 ഗ്രാം പിടിച്ചു 3 ഗ്രാം പിടിച്ചെന്ന് പറഞ്ഞ എക്സൈസുകാരും പോലീസുകാരും എല്ലാം മാസമുള്ള BGM ഇട്ട് ഇൻസ്റ്റാഗ്രാം ഇടും. പക്ഷെ കിങ് ആൾക്കാരെ ഈ കൊല്ലാൻ നിൽക്കുന്ന ആ ഒരു മേജർ ആയിട്ടുള്ള ആൾക്കാരെ പിടിക്കാൻ ഈ ഇവരുടെ കാല് പിറക്കും. ഓക്കെ, ഈ വിഡ്ഢികളുടെ ഈ അപ്പുമാരായ മന്ത്രിമാരുടെയും ജഡ്ജിമാരുടെയും ഈ പോലീസുകാരുടെയും പാവപ്പെട്ട പിള്ളേരെ പിടിക്കും. അപ്പൊ ഈ ലഹരി ഒന്നും എല്ലാം തന്ന് ആ ഒരു ക്യാരറ്റ് കൊടുത്ത് മുയലിന് ഇരുത്തുന്ന പോലെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ഇരുത്തി കഴിഞ്ഞു. അപ്പൊ വേറെ ഒന്നുമല്ല, നമുക്ക് പ്രൈവസി. ഓക്കെ, പ്രൈവസി എല്ലാം ഓൾറെഡി നമ്മളെ പോയി കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ഫിംഗറും നമ്മുടെ ഐസും എല്ലാം റെക്കഗ്നൈസ് ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞു. ഇപ്പൊ അവസാനമായിട്ട് അവര് മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു. അത് ഈ പറയുന്ന അപ്പൂപ്പന്മാരല്ലേ, ഈ കാണുന്ന വിഡ്ഢികളായി 70-80 വയസ്സുള്ള ആൾക്കാർക്ക് ആപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡാറ്റ പ്രൈസസും കിട്ടിയിട്ട് കാര്യമില്ല. ഈ വിഡ്ഢികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന AI ഇൻസ്റ്റാളേഷൻ. ഓക്കെ, അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ മോട്ടീവ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇൻഫോസിസിന്റെ എല്ലാ ആൾ പറഞ്ഞു ഇനി ഭയങ്കര വർക്കിംഗ് അവരെല്ലാം കൂട്ടും. ഓക്കെ, അതായത് ആൾക്കാർക്ക് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് പിന്നെ ഒരു നിയമമാറ്റം വന്നു നമ്മുടെ ഈ ജോലി സമയത്തൊക്കെ 12 മണിക്കൂറെല്ലാം ജോലി ചെയ്യണം. നമുക്ക് ഇനി പെട്ടെന്ന് ആരെയും പിരിച്ചുവിടാ. ഈ പറയുന്ന എല്ലാ ദിവസവും, അതായത് നമ്മൾ പണ്ടെല്ലാം 7 ദിവസം വർക്ക് ചെയ്തിട്ട് കുറച്ച് നട്ടിലുള്ള ആൺപേര് ചേർന്നിട്ടാണ് ഈ പറയുന്ന ഒരു ദിവസം സൺഡേ ഹോളിഡേ ആക്കിയത്. ഓക്കെ, അതായത് വിഡ്ഢികളായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ 7 ദിവസം പണിയെടുത്തോണ്ടിരുന്നാണ്. അപ്പൊ ഏതൊരു മാറ്റം വരുമ്പോഴും അതിങ്ങനെ കൈകെട്ടി നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ കൺക്യൂർ ചെയ്യും. ഓക്കെ, ഒരിക്കലും എനിക്ക് കൈകെട്ടി നിൽക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ പറയുന്ന കാര്യമല്ല, ഇവിടെ നടക്കുന്ന എല്ലാവിധ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, എന്റെ റിലാക്സ് ഫോഴ്സ് എന്നുള്ള കമ്പനി തരും. അതായത് ശുദ്ധമായ പ്രാണം, ശുദ്ധമായ ജീവിതം, ശുദ്ധമായ എല്ലാം, ഭക്ഷണവും എല്ലാം. ഓക്കെ, ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിക്ക് എതിരെയാണ് ഞാൻ നിൽക്കുന്നത്. ഈ പറയുന്ന അപ്പൂമാരും ഈ ഡമ്മികളുടെ എതിരെയൊന്നും അല്ല. അപ്പൊ ഈ വിഡ്ഢികളായ ഡമ്മികളെ ഇങ്ങനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ഫോണിലെ പ്രൈവസി കയറ്റുന്നു. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സിനിമാ നടന്മാരല്ലേ, ഹീറോ എന്ന് പറയുന്ന ഡമ്മികൾ, ഇവരാരും പ്രതികരിക്കില്ല. കാരണം അവരെല്ലാം യൂസ്ലെസ് ആയിട്ടുള്ള വിഡ്ഢികൾ തന്നെയാണ്. ഈ പറയുന്ന കോടതിയാണെങ്കിലും അവരാരും പ്രതികരിക്കില്ല. അപ്പോൾ ഇതിന്റെ എല്ലാ പരിണിത ഫലം നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം, അതായത് എന്റെ ഒരു സ്വാതന്ത്ര്യം എല്ലാം പോകും. എന്റെ സ്വാതന്ത്ര്യം കളയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവൻ പോണതിന് തുല്യമാണ്. അപ്പൊ അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ വിഡ്ഢികളായ എലികൾ ഇങ്ങനെ ഇരുന്നോട്ടെ, പക്ഷെ ഞാൻ ഇതെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇല്ലാതൊക്കെ തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാത്തിനുള്ള പദ്ധതികളും എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം റെലവെന്റ് അല്ല. ഓക്കെ, നടക്കില്ല ഇതൊന്നും.